ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ അമ്മമാർക്കുമായിട്ട് ഞാനൊന്ന് ഡെഡിക്കേറ്റും കൂടെ ചെയ്യുവാണ്. അങ്ങനെ പറയാൻ കാരണം എൻ്റെ ഒ.പിയിൽ ഒന്ന് രണ്ട് പേര് വന്ന അമ്മമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. കാരണം നമ്മളെല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ നമ്മുടെ ഈ അമ്മമാരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്താ സെർച്ച് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അമിതമായിട്ട് ഓടിക്കളിക്കുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവാണ്. ഇത് എന്തുകൊണ്ടാണ് മാഡം? ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഇത് ADHD ആണോ, ഹൈപ്പർ ആക്റ്റീവ് ആണോ? ഇങ്ങനത്തെ സംശയങ്ങൾ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അമിതമായിട്ട് ഓടിക്കളിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവാണ്, അല്ലെങ്കിൽ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല, ഇതൊക്കെ അവരുടെ ഏജ് ഡിപ്പെൻഡൻ്റ് ചെയ്തിരിക്കും. അവരുടെ ഏജും കൂടെ ഒരു കൺസേൺ ആണ്. അവരുടെ ഈ ഒരു ഏജിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണ് എന്താണ് ADHD എന്ന് കൊടുക്കുമ്പോൾ ADHD എന്താണ്, അതിനുള്ള സിംറ്റംസ് എന്താണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഗൂഗിളിൽ നമുക്ക് തരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞിൻ്റെ ഏജ് വെച്ചിട്ട് കുഞ്ഞ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചാടിക്കറി കുഞ്ഞിന് ADHD ആണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നൊന്ന് തലവിധി എഴുതുകയാണ്. പക്ഷെ അത് തെറ്റായിട്ടൊരു കാര്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, അവരുടെ ഏജ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് അത്ര സംശയമാണ്, അല്ലെങ്കിൽ ഡൗട്ടാണ്, അല്ലെങ്കിൽ പേടിയാണ്, കൺസേൺ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ക്ലിനിക്കൽ പ്രാക്ടീഷണർ അടുത്തോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ്, തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ നിങ്ങൾ പോവുക, കുഞ്ഞിനെ അസസ് ചെയ്യുക. ആ കുഞ്ഞിൻ്റെ ഏജ് എത്രയാണോ ആ ഏജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ടാണോ കുഞ്ഞ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. കുഞ്ഞിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് ഇന്നതാണ് എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ സ്വയം കുഞ്ഞുങ്ങളെ വിലയിരുത്താനായിട്ട് പാടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനും. നമ്മൾ ഒന്ന് കണ്ടു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞിനെയും നമ്മൾ അസസ് ചെയ്ത് നമ്മൾ കുഞ്ഞിന് ഇതാണ് എന്നുള്ള പ്രഡിക്ഷൻ നമ്മൾക്ക് പാടില്ല. അപ്പോൾ ഇത് പറയാനായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ കുഞ്ഞുമക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. വീണ്ടും പറയുന്നു, സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ